മുംബൈയിൽ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത് ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30ഓടെ ബന്ധുക്കളോടൊപ്പം ബിരിയാണി കഴിച്ച കുടുംബം പിന്നീട് പുലർച്ചെ 1 മണിയോടെ തണ്ണിമത്തൻ കഴിച്ചതായും പറയപ്പെടുന്നു. സാധാരണയായി ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ കാണുന്ന ലക്ഷണങ്ങളായിരുന്നില്ല ഇവരിൽ കണ്ടതെന്നാണ് ഇവരെ ചികിത്സിച്ച സർ ജെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഞ്ജയ് സുരാസെ പറഞ്ഞത്. ഭക്ഷ്യവിഷബാധ ആയിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നില്ല. സ്ഥിതി വഷളായ വേഗത, ഗുരുതരാവസ്ഥ, ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരെ ബാധിച്ചു എന്നിവ കണക്കിലെടുക്കുമ്പോൾ അത് സാധാരണ ഭക്ഷ്യവിഷബാധ സാഹചര്യങ്ങളിൽ ഉണ്ടാകാത്തതാണ്. ഏതെങ്കിലും രാസ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്ന് ഡോക്ടർ സഞ്ജയ് പറഞ്ഞു. അബ്ദുള്ളയ്ക്കും കുടുംബത്തിനും ആദ്യം ഛർദിയാണ് ഉണ്ടായത്. ഇതിനു പിന്നാലെ നാഡികൾ തളരുകയും ബോധം നശിക്കുകയും ചെയ്തു. മറ്റെന്തോ രാസവസ്തു ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഭക്ഷ്യവിഷബാധയ്ക്കൊപ്പമുള്ള എന്തോ കാരണത്താലാണ് മരണമെന്നാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവർ കഴിച്ചതായി പറയപ്പെടുന്ന തണ്ണിമത്തന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിനായി ഫോറൻസിക് ഭക്ഷ്യ വകുപ്പും രംഗത്തുണ്ട്. കുടുംബം കഴിച്ച തണ്ണിമത്തനിൽ ബാഹ്യ വിഷപദാർത്ഥമോ മായം ചേർക്കുന്ന പദാർത്ഥമോ ഉണ്ടായിരുന്നോ എന്ന സംസ്ഥാന ഭക്ഷ്യമരുന്ന് അഡ്മിനിസ്ട്രേഷൻ പരിശോധന നടത്തുകയാണ്. മൈക്രോബയോളജി വിഭാഗവും അണുബാധകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യം പരിശോധിക്കുന്നുണ്ട്. ടിഷ്യൂകൾ ഹിസ്റ്റോപാത്തോളജിയിൽ പരിശോധന നടത്തും. ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് അധികൃതർ പറയുന്നത്. തണ്ണിമത്തനാണോ വില്ലനായതെന്ന സംശയത്തിലാണ് അധികൃതർ. കൊടും ചൂടിൽ പലരും ആശ്വാസം തേടുന്ന പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തണ്ണിമത്തൻ ഉപയോഗം 3.3 ദശലക്ഷം ടണ്ണാണ്. തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ബ്ലോട്ടിംഗ് അഥവാ വയറുവീക്കൽ അനുഭവപ്പെടുന്നതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു ലഘുഭക്ഷണം എന്ന രീതിയിലല്ലാതെ അധികമായി ഇത് കഴിക്കുമ്പോഴാണ് കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വേനൽക്കാലത്ത് തണ്ണിമത്തൻ അധികമായി കഴിക്കുന്നത് ബ്ലോട്ടിങ്ങിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ശരീരത്തിൽ കൃത്യമായ താപനില നിലനിർത്താൻ കഴിയാത്തതിനാൽ വേനൽക്കാലത്ത് ദഹന പ്രക്രിയ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക. ശരീരത്തിൽ ദിനംപ്രതി നിശ്ചിത അളവിൽ ജലലഭ്യത ഉണ്ടാകേണ്ടതുണ്ട്. ഇത് അവഗണിക്കുമ്പോൾ ചൂട് കുടലിന്റെ ചലനത്തെ ബാധിക്കുകയും എൻസൈം പ്രവർത്തനം ആമാശയത്തിൽ രൂപപ്പെടുന്ന വാതകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഭക്ഷണത്തിന് ശേഷം ബ്ലോട്ടിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് തണ്ണിമത്തൻ ഉപയോഗത്തിൽ ശ്രദ്ധ നൽകേണ്ടത്. 90% കൂടുതൽ ജലാംശം തണ്ണിമത്തനിൽ ഉള്ളതിനാൽ തണ്ണിമത്തൻ സാധാരണയായി ദഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ കഴിക്കുന്നത്, പ്രത്യേകിച്ച് കൊഴുപ്പും പ്രോട്ടീനും ധാരാളം അടങ്ങിയ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ചിലരിൽ ബ്ലോട്ടിംഗ് ഉണ്ടാകാൻ കാരണമാകുന്നു. തണ്ണിമത്തനിലെ ഫ്രക്ടോസിന്റെ ഉയർന്ന അളവ് പ്രസക്തമായ ഒരു ഘടകമാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഫ്രക്ടോസ് മലാബ്സോർപ്ഷൻ ഉള്ള രോഗികളിൽ ആഗിരണം ചെയ്യപ്പെടാത്ത ഫ്രക്ടോസ് വൻകുടലിൽ ഫെർമെന്റേഷന് വിധേയമാകുന്നു. ഇത് ഗ്യാസ്, വയറുവേദന, അസ്വസ്ഥത എന്നിവയിലേക്ക് നയിക്കുന്നു. തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾക്ക് സങ്കീർണമായ ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് വേഗത്തിലുള്ള ഗ്യാസ്ട്രിക് ട്രാൻസിറ്റ് സമയം ഉണ്ട്. പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഭക്ഷണവും തണ്ണിമത്തനും ഒരുമിച്ച് കഴിക്കുമ്പോൾ തണ്ണിമത്തന്റെ ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു. ഇത് ബ്ലോട്ടിംഗ് വർദ്ധിപ്പിക്കും. അസിഡിറ്റി പ്രശ്നമുള്ളവരും ആഹാരത്തിന് തൊട്ടു പിന്നാലെ തണ്ണിമത്തൻ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ കഷ്ണങ്ങൾ കഴിക്കുക. ആഹാരത്തിന് തൊട്ടു പിന്നാലെ കഴിക്കുന്നത് ഒഴിവാക്കുക. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും തൊട്ടു പിന്നാലെ കഴിക്കുന്നത് ഒഴിവാക്കുക. കൂടുതൽ കഴിക്കുന്നത് ബ്ലോട്ടിങ്ങും അസിഡിറ്റിയും കൂട്ടും. തണ്ണിമത്തൻ മാത്രം കഴിക്കുക. മറ്റു ഭക്ഷണങ്ങളോടൊപ്പം കൂട്ടിക്കലർത്തരുത്. പാൽ ഉൽപ്പന്നങ്ങൾ, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയ്ക്കൊപ്പവും കഴിക്കരുത്. സാവധാനം കഴിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തയുടനെ കഴിക്കരുത്.